ഇന്ന് നമ്മുടെ നോമ്പിൻ്റെ 5-ാമത്തെ ദിവസമാണ്. ഇത്രയും ദിവസം ദൈവം സഹായിച്ച് എനിക്ക് നല്ല രീതിയിൽ നോമ്പെടുക്കാനായിട്ട് പറ്റി. അപ്പം ഞാൻ രാവിലെ ഈ കുളിച്ചൊരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏറ്റുമാനൂർ അമ്പലം വരെ പോവുകയാണ്. ഇപ്പോൾ അവിടെ ഉത്സവം നടക്കുമല്ലേ, അപ്പോൾ നമുക്കൊന്ന് അമ്പലം വരെ പോയിട്ട് വരാം. അങ്ങനെ ഞാൻ എൻ്റെ ചെറുക്കനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ അമ്പലത്തിലോട്ട് വെച്ച് പിടിച്ച് ഒരു 9-9:30 ആയപ്പോൾ അമ്പലത്തിൽ ചെന്ന്. നിങ്ങൾ വൈകുന്നേരം വരുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരിക്കും. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് നേരെ അമ്പലത്തിനകത്ത് കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഉത്സവമല്ലേ, അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. തിരിച്ച് വെളിയിലിറങ്ങിയപ്പം കാഴ്ച ശ്രീവേലി നടക്കുമായിരുന്നു. അങ്ങനെ അതിനകത്ത് കുറച്ച് നേരം പങ്കെടുത്ത് അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന്. പിന്നെ ഈ കാണുന്നതാണ് ആസ്ഥാന മണ്ഡപം, നമ്മുടെ ഏഴരപ്പൊന്നാന കൊണ്ടുവയ്ക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ അമ്പലം ഉണ്ടല്ലോ, അവിടെ കയറി കൃഷ്ണനെ കണ്ട് തൊഴുത് നേരെ അന്തികാളൻ കാവിലേക്ക് ചെന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്കിന് പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ് ഏറ്റുമാനൂർ വന്നു കഴിഞ്ഞ്. അപ്പോൾ അവിടെ ഒരു ആശാനുണ്ടായിരുന്നു. പിന്നെ പുള്ളിയെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേന് പഞ്ചവാദ്യം സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളൊന്ന് കേൾക്കുന്നു. അങ്ങനെ പഞ്ചവാദ്യമൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ മെയിൻ പരിപാടിയായിട്ടുള്ള ഓട്ടം തുള്ളൽ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടാനുള്ള പ്രസാദമൊക്കെ കിട്ടി. ഞാൻ തിരിച്ച് പോരാനായിട്ട് ഇറങ്ങി. ഈ കാണുന്നത് ഇന്നത്തെ അവിടുത്തെ അന്നദാനത്തിനുള്ള ക്യൂ ആണ്. ശ്രീകൃഷ്ണൻ്റെ അമ്പലം വരെ നീണ്ടിട്ടുണ്ട് ക്യൂ. പിന്നെ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് നേരം ചിന്തിക്കടയിലൊക്കെ കയറി കാറൊക്കെ നോക്കി നിന്നിട്ട് നേരെ വീട്ടിൽ വന്നപ്പോൾ ഈ ഒരു ടൈമായി. പിന്നെ ഒരു ഒറ്റ കിടപ്പും ഉറക്കമായിരുന്നു. അങ്ങനെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഇന്നൊരു ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബെന്യാമിൻ്റെ. സോ അത് കുറച്ച് നേരം വായിച്ച് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇന്നത്തെ നമ്മുടെ ഇഫ്താറിന് കുറച്ച് പപ്പായയുണ്ട്, കടലവട്ടായുണ്ട്, പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് പായസമുണ്ട് കേട്ടോ. അപ്പം ടാറ്റ.